നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, യാദൃശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്തത്? ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വായനയാണ്, ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ക്ഷമിക്കുക, തൊണ്ടടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ റീഡിങ് ചെയ്യാഞ്ഞത്, യൂട്യൂബിൽ വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ തൊണ്ടടപ്പുണ്ട്, ശരിയായി വരുന്നതേ ഉള്ളൂ, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു പൂർവ്വജന്മ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഒരു പുതിയ എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറച്ചും കൂടി ഒരു പഴയ എനർജി ആയിട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൂർവ്വജന്മ ബന്ധം നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ സോളുകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. അവിടെ തീർച്ചയായിട്ടും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വളരെയധികം സ്നേഹത്തോടെയും അല്ലെങ്കിൽ അത്രയും വിശ്വാസത്തോടെ നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയി. പക്ഷെ എന്തുകൊണ്ടോ എവിടെയോ വെച്ച് മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം, പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ കാലക്കേട് എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി. അങ്ങനെ നിങ്ങൾക്ക് ഒന്നിക്കാതെ സാധിക്കാതെ പോയ, അതായത് ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ ഒന്നിക്കാൻ പറ്റാതെ പോയ രണ്ട് ആത്മാക്കളായിട്ട് അല്ലെങ്കിൽ രണ്ട് സോളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രകാരം ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടും, അല്ലെങ്കിൽ യാദൃശികമായി ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ടാകാം. എന്തുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു, എന്താണ് ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ, എന്താണ്, അല്ലെങ്കിൽ ഈ ബന്ധം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ ഈ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ്, ഇതിന് മുന്നോട്ട് പോകുമോ, എന്തുകൊണ്ട് ഈ വ്യക്തിയെ മറക്കണമെന്ന് വിചാരിച്ചാലും അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറക്കാം എന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴാണോ മറക്കാം എന്ന് വിചാരിക്കുന്നത് ആ സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ പൂർവാധികം ശക്തിയോടുകൂടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സോള് വളരെയധികം ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയ ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ വന്ന് കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ. അത് പ്രണയത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരി രൂപത്തിലായിരിക്കാം. അങ്ങനെ ഏതൊരു ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെയൊക്കെ കുറച്ച് നാള് നല്ല രീതിയിൽ നടന്നു, പിന്നെ അവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോവുകയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അവരെ മറന്നു കളയും, അല്ലെങ്കിൽ അവർ പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിങ്ങൾ നിൽക്കും. പക്ഷേ ഈ വ്യക്തിയെ മാത്രം, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനോ പെരുമാറാനോ ചിന്തിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ പൊരുൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് ഇതാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഇത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ ജന്മത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ജന്മത്തിലാണ് നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടിയിട്ടുള്ളത്. പക്ഷേ
നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ അത് ജന്മജന്മാന്തരങ്ങളായിട്ടോ അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിന്നോ ഒക്കെ ഈ ഒരു കണക്ഷൻ തുടങ്ങിയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ ജന്മത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ചതല്ല, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചതല്ല, നിങ്ങളുടെ ഹൃദയം ആഗ്രഹിച്ചതല്ല. ഇത് പഴയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എപ്പോഴാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കണം എന്നുള്ളതാണ്. കാരണം മുജ്ജന്മത്തിൽ ഇത് നടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ജന്മത്തിൽ എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ, അല്ലെങ്കിൽ ഒന്നായേ പറ്റൂ എന്നുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും ധാരാളം ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പാപം കുറയാനായിരിക്കാം, ദുരിതം കുറയാനായിരിക്കാം, അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം. പണ്ട് തൊട്ടേ നിങ്ങൾ വളരെയധികം ദാനശീലരാണ്, ദാനങ്ങളൊക്കെ ചെയ്ത് ഈ വ്യക്തിയും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഈ വ്യക്തിക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകും. നിങ്ങൾക്ക് ദാനധർമ്മങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വ്യക്തിയും ആ ഒരു സെയിം കാര്യം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും അത്യാവശ്യം സാമ്പത്തിക പരമായിട്ടൊക്കെ സ്വന്തമായിട്ടൊക്കെ അധ്വാനിക്കുകയും ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സ്വത്തുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. സ്ത്രീകളുടെ എനർജി ആണെങ്കിലും വളരെയധികം ഐശ്വര്യവതികളായിട്ട് കാണപ്പെടുന്നു. പുരുഷന്മാരാണെങ്കിലും വളരെയധികം ഒരു രാജകുമാരൻ അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഊർജമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. കാരണം അത് നിങ്ങൾക്ക് അത്രയും മനസ്സ് മടുത്തിട്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ബന്ധം നിർത്തിയാലോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മറക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേക്കാം, ഒന്നിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ള ആ ഒരു രീതി. കാരണം അത്രയും പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഒരിക്കലും അത് സന്തോഷം കൊണ്ടൊന്നുമല്ല, വിഷമിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരം അവസ്ഥകൾ മാറുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് വ്യക്തികളെ പുറത്താക്കാനുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ കിടന്നിട്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ അവരുടെ സാന്നിധ്യം നല്ല രീതിയിൽ മാറ്റേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് നിങ്ങളുടെ തന്നെ ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ നിന്ന് ഈ വ്യക്തിയെ ചതിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജിയും ഓവർ കൺട്രോളിങ് എനർജിയും കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം ഒന്നില്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അമിതമായിട്ട് മറ്റാരൊക്കെയോ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തി തന്നെ ആയിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ സ്വതന്ത്രനാക്കി അല്ലെങ്കിൽ സ്വതന്ത്രയാക്കി നിങ്ങളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നിങ്ങളും നിങ്ങളുടെ സ്നേഹവും വിജയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം അത് കർമ്മഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അത് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലതൊക്കെ. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾ പ്രാർത്ഥനകളിലൂടെയും മറ്റ് പരിഹാര ക്രിയകളിലൂടെയും നിങ്ങൾ പരിഹാരങ്ങൾ കാണുന്നുണ്ട്, ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളത് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ കർമ്മം എവിടേക്കോ ഹീലാകാനുണ്ട്, അല്ലെങ്കിൽ അത് തീരാനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള മനസ്സുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് അലിയും, ആരെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, പ്രാർത്ഥനകളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോവുക.
അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വേണ്ട എന്നൊന്നും വെക്കണ്ട. കാരണം അങ്ങനെ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം മുജ്ജന്മ ബന്ധമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് വെച്ചാലും അത് കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് കയറി വരും. അല്ലെങ്കിൽ അത്തരം, അതായത് ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അവരെയൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവരെയൊക്കെ മറക്കാൻ സാധിച്ചു. അതല്ലെങ്കിൽ ഒരു കാലഘട്ടം എത്തിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അവരെ വേണ്ടാന്ന് വെക്കാൻ നിങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം സാധിച്ചു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു അങ്ങനെ ആയതുകൊണ്ട് പാസ്റ്റ് ലൈഫ് എനർജി എന്നല്ല. പക്ഷെ പാസ്റ്റ് ലൈഫ് എനർജിയാണ് നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതൊരു മോശപ്പെട്ട സാഹചര്യത്തിലായിരുന്നു നിങ്ങളുടെ സ്നേഹം. ആ ഒരു സാഹചര്യം മോശമായതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒന്നിക്കാൻ സാധിച്ചില്ല. അതും വേറെ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. അത് ഈ ഒരു ലൈഫിലും അങ്ങനെ വന്ന് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു ലൈഫിലും നിങ്ങൾ ആ ഒരു സെയിം അവസ്ഥ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ തീർത്തും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ജന്മത്തെ അല്ലെങ്കിൽ ഈ ഒരു എനർജി നമുക്ക് നോക്കിയിട്ട് നിങ്ങളുടെ എനർജിയൊക്കെ അത്യാവശ്യം പവർഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡൻസ് എടുക്കുന്നുണ്ടാകാം. നല്ല രീതിയിൽ ആരെങ്കിലും നിങ്ങളെ എന്താ പറയാ, നിങ്ങൾക്ക് നല്ലൊരു വഴി പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ സ്പിരിച്വൽ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. വഴികാട്ടികൾ ഉണ്ടാകാം, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ഇനി ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് സമയത്ത് പ്രപഞ്ചശക്തി നിങ്ങളെ പല അടയാളങ്ങളിലൂടെയും അല്ലെങ്കിൽ പല രീതികളിൽ പല സാഹചര്യങ്ങളിലൂടെയും നിങ്ങളെ അത് അറിയിക്കുന്നുണ്ടാകാം. അപ്പൊ ഈ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ പഞ്ചഭൂത ഗണങ്ങളും ഈ പ്രപഞ്ച ശക്തിയിലെ സർവചരാചരങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.